Hello all, welcome to another video of the channel and the Formula 1 2026 സീസൺ. അങ്ങനെ പൂരം കൊടിയേറുകയാണ് മക്കളെ. 2026 ഫോർമുല 1 സീസണിന് ഈ വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്യുവാണ്. പിന്നെ ഫോർമുല 1 2026 ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവരുടെ അറിവിലേക്ക് പുതിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു ടിപ്പിക്കൽ ഫോർമുല 1 വീക്കെൻഡ് 3 ദിവസമാണുള്ളത്. ഒരു വീക്കെൻഡ് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. അപ്പോൾ ഈ ഫ്രൈഡേയിൽ ഫ്രീ പ്രാക്ടീസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ ഫോർമുല 1 റേസിൽ പങ്കെടുക്കുന്ന ടീംസ് അല്ലേ. ഇപ്പം ഈ വർഷം തൊട്ട് 11 ടീംസാണുള്ളത്. 11 ടീംസിനും അവരുടെ ക്വാളിഫയിങ് സെഷനിലാണ് പിറ്റേ ദിവസം, അതായത് ഞായറാഴ്ച നടക്കുന്ന റേസിലേക്കുള്ള ഡ്രൈവേഴ്സിൻ്റെ ഓർഡർ സെറ്റ് ചെയ്യുന്നത്. അതായത് ഗ്രിഡ് പൊസിഷന് നിശ്ചയിക്കുന്നത് ഈ ക്വാളിഫയിങ്ങിലാണ്. ക്വാളിഫയേഴ്സ് നോർമലി Q1, Q2, Q3 ഉണ്ടായിരിക്കും. ഈ ക്വാളിഫയിങ് സെക്ഷനിൽ Q1ലും Q2ലും Q3ലും ഏറ്റവും കുറവ് സമയം കൊണ്ട് ഈ ലാപ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ആളായിരിക്കും പിറ്റേ ദിവസം റേസിന് P1 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഗ്രിഡിൽ P1 സ്റ്റാർട്ട് ചെയ്യുന്നത് അയാളായിരിക്കും. പിന്നെ അയാളുടെ പുറകിൽ ടൈമുള്ളവരായിരിക്കും P2, P3 തൊട്ട് ഈ വർഷം തൊട്ട് P22 വരെയുള്ള പൊസിഷൻസ്. പിന്നെ മോസ്റ്റ് പ്രോബബ്ലി പറയുന്ന പോലെ തന്നെ സൺഡേ ആണ് റേസ് നടക്കുന്നത്. പിന്നെ ഫോർമുല 1 നമുക്ക് ഇന്ത്യയിൽ വാച്ച് ചെയ്യാൻ പറ്റുന്നത് ഫാൻഗോഡിലും അതുപോലെ ഫോർമുല 1 TV-ലുമാണ്, F1 TV-ലുമാണ്. ക്വാളിഫയിങ് ഡേയിലെ സ്ക്രീൻ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഓരോ ഡ്രൈവേഴ്സിൻ്റെയും ടൈമിംഗ് കാണിക്കും. എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ലാപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം. അതുമാത്രമല്ല ഈ സർക്യൂട്ട്സിനെ 3 സെക്ടേഴ്സ്, 3 അല്ലെങ്കിൽ 2 സെക്ടേഴ്സായിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ബേസ്ഡ് ഓൺ ദ ലെങ്ത് ഓഫ് ദ സർക്യൂട്ടാണ്. അപ്പോൾ ഈ ഓരോ സെക്ടേഴ്സിലും ഓരോ ഡ്രൈവർ എടുക്കുന്ന ടൈം അളക്കുന്ന ദിവസം കൂടെയാണ് ഈ ക്വാളിഫയിങ് ഡേ. അപ്പോൾ അതിൽ ബെസ്റ്റ് ടൈമുണ്ട്, ആ ഡ്രൈവറിൻ്റെ ബെസ്റ്റ് ടൈമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഡേയിലെ ബെസ്റ്റ് ടൈമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഡ്രൈവറിൻ്റെ പേഴ്സണൽ ബെസ്റ്റ് ടൈമും ഈ ഒരു ടൈമിംഗ് ഷീറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ടേബിളിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു 3 തരത്തിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് 3 ഡിഫറെൻറ്റ് കളർ വെച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ റേസ് ഡേയിൽ ഈ കളറും കാര്യങ്ങളൊന്നും കാണത്തില്ല. ജസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ആ ഒരു ഗ്രിഡിലുള്ള റേസ് നടക്കുമ്പോൾ ഗ്രിഡിലുള്ള എൻ്റെ ഡ്രൈവേഴ്സിൻ്റെ നെയിം കാണിക്കും. പിന്നെ അവർ ഉപയോഗിക്കുന്ന ഏത് ടൈപ്പ് ഓഫ് ടയേഴ്സ് ആണെന്ന് കാണിക്കും. ചിലപ്പോൾ സോഫ്റ്റ് ടയേഴ്സ് ആണെങ്കിൽ S, ഹാർഡ് ടയേഴ്സ് ആണെങ്കിൽ H, പിന്നെ മീഡിയം ടയേഴ്സ് ആണെങ്കിൽ M, അങ്ങനെ തരംതിരിച്ച് കാണിക്കും. പിന്നെ ഈ ഒരു ടേബിളിൽ ഓരോ ഡ്രൈവേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കും. എന്ന് വെച്ചാൽ ടൈം ഡിഫറൻസ് ആയിരിക്കും, സെക്കൻഡ്സിലായിരിക്കും അത് കാണിക്കുന്നത്. ഏറ്റവും ഫസ്റ്റിലുള്ളത് P1 ഡ്രൈവറിന് അവിടെ ഇൻ്റർവെൽ എന്നായിരിക്കും കാണിക്കുന്നത്. പിന്നെ ഈ വർഷം തൊട്ട് പുതിയതായിട്ട് കുറച്ച് ടീംസും കൂടെ റേസിനിടയിൽ കമൻറ്റേറ്റേഴ്സ് പറയും. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് എയറോ അല്ലെങ്കിൽ DRS കഴിഞ്ഞ വർഷം വരെ ആയിരുന്നു. ഈ വർഷം തൊട്ട് അതിനെ ആക്റ്റീവ് എയറോ എന്നാണ് പറയുന്നത്. പിന്നെ ബൂസ്റ്റ് മോഡ്, പിന്നെ ഓവർടേക്ക് മോഡ്. 2026 പുതിയ റെഗുലേഷൻ അനുസരിച്ചിട്ടാണ് ഈ പുതിയ ടേംസ് എല്ലാം യൂസ് ചെയ്യുന്നത്.